ഹലോ. അപ്പോൾ വിഷു ഇപ്രാവശ്യം കോഴിക്കോടായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ് കേട്ടോ, വിഷുവിൻ്റെ തലേ ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഹെവിറ്റ് കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയപ്പോൾ രാത്രി ഒരു 10-10:30 ആയി. പിന്നെ നമ്മൾ കുറച്ച് വൈകി വന്നുകൊണ്ട് തന്നെ ഒരുപാട് സമയം കളയാൻ നിന്നില്ല. വേഗം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൂത്തിരി കത്തിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ ഈ കോഴിക്കോടുകാർക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ വിഷുവിന് പോകുമ്പോൾ വേറെ ഒന്നുമല്ല കൊണ്ടുപോവുക, ഈ പടക്കങ്ങളും പൂത്തിരികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ നിന്നില്ല. ഒരു ബോക്സ് പടക്കം പൂത്തിരി കീറ്റിന്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് തീർത്ത് നമ്മൾ ഉറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് കേട്ടോ എണീറ്റത്. എണീറ്റതിന് ശേഷം നേരെ പിള്ളേരൊക്കെ ഒന്ന് കാണാൻ പോയി. കാരണം ഇന്നലെ രാത്രി വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പോയി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിരുന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്കൊക്കെ പോയി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ അതും കഴിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയായപ്പോൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ നമ്മൾ ഈ തൃശ്ശൂരുകാർക്ക് പ്രധാനപ്പെട്ടൊരു സാധനമാണ് വിഷുവിന് വിഷുക്കട്ട എന്നുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ടൊരു സാധനമാണ് അത്. സോ നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒട്ടും വൈകിക്കാൻ നിന്നില്ല. നമുക്കന്ന് രാത്രി തന്നെ എത്തുന്നതുകൊണ്ട് തന്നെ നമ്മളതാ നേരെ കോഴിക്കോടേക്ക്